ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളിതാ ഇങ്ങനെ സൈപ്രസ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ആർക്കിയോളജിക്കൽ സൈറ്റായിട്ടുള്ള ട്യൂംസ് ഓഫ് ദ കിങ്സ് കാണാമെന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നിടത്തുനിന്ന് അധികം ദൂരമൊന്നുമില്ല, ഒരു 10-15 മിനിറ്റിൻ്റെ ട്രാവലേ ഉള്ളൂ. ഇതെന്ന് പറയുന്നത് 1980 യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു പ്ലേസാണ്. അപ്പോൾ നമ്മളിതാ ഇവിടെ ഇങ്ങനെ എത്തി. നല്ല പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ നല്ല വെതറാണ്. ഒരു 17-18 ഡിഗ്രിയാണ് ഇവിടുത്തെ ടെമ്പറേച്ചർ. പക്ഷേ നമുക്ക് നല്ല ചൂട് തോന്നുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെയുള്ള ചൂടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കാറൊക്കെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ട് ഇവിടെ എന്തൊക്കെയാണെന്നൊന്ന് കാണാമെന്ന് വിചാരിക്കണം. €250 ആയിരുന്നു ഇവിടുത്തെ എൻട്രി ഫീ. അപ്പോൾ നമ്മൾ എൻട്രി ഫീ ഒക്കെ അടച്ചു അകത്ത് കയറി. ഇവിടെ 8 to 9 എന്ന് പറഞ്ഞാൽ അപ് ടു 10 അങ്ങനെ പറയുന്നുണ്ട്. അതായത് സ്റ്റിൽ ഇവിടെ എക്സ്കവേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ 10ഓളം ട്യൂംസ് ആണുള്ളത്. ആക്ച്വലി ട്യൂംസ് എന്നാണ് പറയുന്നതിനെ കഴിയും ഇറ്റ്സ് എ മാസീവ് നെക്രോപോളിസ് എന്നാണ് പറയുന്നത്. അതായത് നെക്രോപോളിസ് മീൻസ് ഒരു ശ്മശാന നഗരം എന്ന് പറയാം. സിറ്റി ഓഫ് ഡെഡ് എന്നാണ് പറയുന്നത്. എല്ലാം അണ്ടർഗ്രൗണ്ട് ട്യൂംസാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ട്യൂം. കയറി വരുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്ന ഇതാണ്. ഓക്കെ, ഇതിലോട്ട് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു വീട് പോലുള്ള കൺസ്ട്രക്ഷനാണ് അവർ. അന്നത്തെ കാലത്ത് പണ്ട് വീട് എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ സോളിഡ് റോക്കിൽ അവർ അണ്ടർഗ്രൗണ്ടിൽ കാർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നോക്ക്, ഇതിൻ്റെ ഒരു നീളവും വീതിയൊക്കെ കാണുമ്പോൾ പണ്ട് ഇവിടെ ആരെങ്കിലും ഒരാൾ അടക്കിയിട്ടുള്ളതായിരിക്കും അല്ലേ? അങ്ങനെ നമുക്ക് വിശ്വസിക്കാം. ഈ ട്യൂംസിനൊക്കെ നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. അതായത് ഗ്രീക്ക് റോമൻ കാലഘട്ടത്തിൽ പണി കഴിപ്പിച്ചവയാണ് ഈ ട്യൂംസ്. അതിനുശേഷം ഈ എർത്ത്ക്വേക്സ് പോലെയുള്ള എത്രയോ നാച്ചുറൽ കലാമിറ്റീസൊക്കെ വന്നിട്ടും അതിനെയെല്ലാം തരണം ചെയ്തിട്ട് ഇപ്പോഴും ഇങ്ങനെ നിലനിൽക്കുന്നു എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമായ കാര്യമാണ് അല്ലേ? ഈ ആർക്കിയോളജിക്കൽ സൈറ്റ് എന്ന് പറയുന്നത് സീയോട് വളരെ ചേർന്ന് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ നമുക്കിങ്ങനെ വളരെ വിശാലമായ മനോഹരമായൊരു സീയുടെ വ്യൂ ആണ് കാണാൻ പറ്റുക. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ നേരം അവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ അടുത്ത ഒരു വലിയൊരു ട്യൂമിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. ഈ ട്യൂംസ് ഓഫ് ദ കിങ്സ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കും ഇവിടെ രാജാക്കന്മാരെ ബറി ചെയ്തൊരു പ്ലേസ് ആണെന്ന്. പക്ഷെ ഒരിക്കലുമല്ല. ഈ പേര് വന്നത് ഈ ഓരോ ട്യൂമിൻ്റെയും മാസീവ് സൈസ് കൊണ്ടാണ്. അത്രയും വലുതാണിത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ 4th സെഞ്ച്വറി BC മുതൽ 3rd സെഞ്ച്വറി AD വരെയുള്ള കാലഘട്ടത്തിനിടയ്ക്ക് ജീവിച്ചിരുന്ന അരിസ്റ്റോക്രാറ്റ്സിനെയും അതുപോലെ തന്നെ ഹൈ ഒഫീഷ്യൽസിനെയും ഏകദേശം 100ഓളം പേര് അടക്കിയിട്ടുള്ളൊരു പ്ലേസാണിത്. അല്ലാതെ രാജാക്കന്മാരെ ഒന്നും ഇവിടെ ബറി ചെയ്തിട്ടില്ല. ആ ദൂരെ കാണുന്ന കെൻസ് കാണുമ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എനിക്ക് സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ നമ്മുടെ നാട്ടിലെ നാഗദൈവങ്ങളെയാണ് ഓർമ്മ വന്നത്. നമ്മുടെ നാട്ടിലെന്തോ അങ്ങനെ ഒരു ഫീൽ എനിക്ക് തോന്നി. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയോ? നോക്കൂ, അത് കാണുമ്പോൾ അങ്ങ് ദൂരെ ആ കാണുന്ന ഷിപ്പെന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ സെയിം ഷിപ്പാണ്, MV ഡിമെട്രിയോസ് 2. നോക്കിയാൽ നമുക്ക് പാഫോസ് ഹാർബർ കാണാൻ പറ്റും. കാറ്റോ പാഫോസ് എന്ന് പറയുന്ന ആ പ്ലേസാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ അറിയാമല്ലേ എത്ര വലുതാണ് ഈ ട്യൂംസ് എന്നുള്ളത്. എല്ലാം ഇതിൽ പലതും കണക്റ്റഡുമാണ്. ഒന്നിലൂടെ കയറി നമുക്ക് വേറൊന്നിൻ്റെ എൻട്രൻസിലൂടെ പുറത്തേക്ക് ഇറങ്ങി വരാൻ പറ്റും. എല്ലാം അണ്ടർഗ്രൗണ്ടുമാണ്. നമ്പർ 5 ആണ് ഏറ്റവും വലിയ ട്യൂം എന്ന് പറയുന്നത്.
അത് ഏകദേശം 390 സ്ക്വയർ മീറ്റേഴ്സ് ഉണ്ട്. നമ്മളിപ്പോൾ ഈ ട്യൂംസിൻ്റെ മുകളിൽ കൂടിയാണ് ഈ നടക്കുന്നത്. ഇതിൻ്റെ അടിയിലൂടെയും നമുക്ക് കയറി ഇറങ്ങാം. അപ്പോൾ ഞങ്ങളിത് അങ്ങനെ ഒരെണ്ണത്തിൻ്റെ അടിയിലേക്ക് വന്നു. ഇതൊരു കോർട്ട്യാർഡ് ലൈക്ക് ട്യൂമാണ്. ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രീക്ക് ആൻഡ് ഈജിപ്ഷ്യൻ സ്റ്റൈലിലുള്ള ഒരു റോക്കറ്റ് ആർക്കിടെക്ചറാണ് മിക്ക ടോംസും. അതായത് നമ്മുടെ പഴയ നാട്ടിലെ ഇല്ലങ്ങൾ മാതിരിയാണ്. ഒരു ഓപ്പൺ കോർട്ട്യാർഡ് ഉണ്ടാവും സെൻറ്ററിൽ, സറൗണ്ടഡ് ബൈ കോളംസ്. എന്നിട്ട് അതിന് ചുറ്റും ഒരുപാട് റൂംസും. അന്നത്തെ വലിയ വലിയ വില്ലാസിൻ്റെ ആർക്കിടെക്ചർ സ്റ്റൈൽ എങ്ങനെയായിരുന്നോ അത് തന്നെയാണ് ഇവിടെ ഈ ടൂംസിലും അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അത്രയും വലുതായിരുന്നു ഓരോന്നും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഒരിക്കൽ കൂടി ഈ ട്യൂംസ് ഓഫ് ദ കിങ്സിൻ്റെ ആർക്കിയോളജിക്കൽ സൈറ്റിൻ്റെ ഹിസ്റ്ററി ഓർത്തുകൊണ്ട് അതിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് കടലിൻ്റെ മനോഹാരിതയെ ഇഷ്ടപ്പെട്ടുകൊണ്ട് എല്ലാം കൂടി ആസ്വദിച്ചുകൊണ്ട് ഇതിനോട് ബൈ ബൈ പറയുകയാണ്. ബൈ ബൈ. അടുത്ത പ്ലേസിലേക്കാണ് ഇനി നമ്മുടെ യാത്ര.